ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 16 മണ്ഡലങ്ങളിൽ UDF മേൽക്കൈ, 4 ഒപ്പത്തിനൊപ്പം എന്നാണ് മനോരമയുടെ കണ്ടെത്തൽ. മനോരമ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട് പലപ്പോഴും. ഇത് കേട്ടപ്പോഴും പൊട്ടിച്ചിരിയാവുന്നത്. പക്ഷെ ഒരു കാര്യം ശരിയാണ്, 4 സീറ്റുകൾ ഇടതുമുന്നണിക്ക് കിട്ടുമെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 13 UDFന് തികഞ്ഞ വിജയസാധ്യതയെന്ന് സർവേ വ്യക്തമാക്കുന്നുവെന്നാണ് അവർ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. 3 UDFന് ഇപ്പോൾ മുൻതൂക്കമുണ്ടെങ്കിലും അട്ടിമറിക്ക് സാധ്യതയുണ്ട്. അതിശക്തമായ മത്സരം നടക്കുന്ന ബാക്കി 4 ഫലം പ്രവചനാതീതമാണെന്നും സർവേ വിലയിരുത്തുന്നു അത്രേ. അപ്പോൾ പറയുന്നത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങൾ കണ്ണൂർ, വടകര, പാലക്കാട്, ആറ്റിങ്ങൽ എന്നിവയാണ്. അതായത് ഫലങ്ങൾ മാറി മറിയാവുന്ന മണ്ഡലങ്ങൾ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇടതുമുന്നണി ജയിക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങൾ. ഇതങ്ങ് തെളിച്ചു പറഞ്ഞാൽ പോരെ? മനോരമയ്ക്ക് അങ്ങനെ തെളിച്ചു പറയാൻ പറ്റില്ല. വളഞ്ഞുകൂട്ടി എങ്ങും തൊടാതെ മാത്രമേ അവർക്ക് പറയാൻ പറ്റൂ. അല്ലാതെ നേരെ പറഞ്ഞാൽ അവർക്ക് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കും. ഇതിൽ കേരള കോൺഗ്രസുകളുടെ പോരാട്ടം നടക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് മുൻതൂക്കമെന്നാണ് സർവേയിലെ പ്രവചനം. UDF വോട്ട് 46.25% നിന്ന് 41.26% കുറയുമത്രേ. 2019 34.58% LDF വിഹിതം 35.82 ഉയരും. NDA വോട്ട് 17.04% നിന്ന് 19.1% വർദ്ധിക്കും. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഏക സീറ്റായ കോട്ടയത്ത് കഴിഞ്ഞ തവണ UDF ടിക്കറ്റിൽ വിജയിച്ച തോമസ് ചാഴിക്കാടനാണ് ഇക്കുറി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെ വിട്ടുപോകരുത്, ഓർമ്മ വേണം. UDFൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ മുൻ MP ഫ്രാൻസിസ് ജോർജിനെയും കളത്തിലിറക്കി. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രവചനം മനോരമയ്ക്ക് തെറ്റി. മനോരമ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചാഴിക്കാടന് വോട്ട് ശതമാനം കൂടുമെന്ന്. അത് തന്നെയാണ് ഇടതുമുന്നണിയും പറയുന്നത്. വോട്ട് ശതമാനം കൂടും. വോട്ട് ശതമാനം കൂടുമ്പോൾ സ്ഥാനാർത്ഥി തോൽക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ജയിക്കും. കോട്ടയത്ത് ഒരു സംശയം വേണ്ട, ചാഴിക്കാടൻ ജയിക്കും. ഏതായാലും 4 സീറ്റുകൾ വരെ ഇടതുമുന്നണിക്ക് മനോരമ തന്നിട്ടുണ്ട്. അല്ല, തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തറപ്പിച്ച് പറയുന്നില്ലെന്ന് മാത്രം. 4 അല്ല, ഏറ്റവും കുറച്ച് 6 സീറ്റുകൾ വരെ ഇടതുമുന്നണിക്ക് ലഭിക്കും. എന്നാൽ ഇപ്പോഴും എല്ലാ മണ്ഡലത്തിലും BJP 3ാം സ്ഥാനത്തായിരിക്കും. കഴിഞ്ഞ തവണത്തെ വോട്ടുകൾ പോലും ഇക്കുറി ലഭിക്കില്ല. പലയിടത്തും കെട്ടിവെച്ച കാശ് പോലും കിട്ടാൻ സാധ്യതയില്ല.